ക്രൂശിതാ രക്ഷക വിമോചന. എന്റെ കഷ്ടതയുടെയും എന്റെ കരച്ചിലിന്റെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സൗഖ്യം കിട്ടാത്ത ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, കൈപ്പേറിയ വിഷമാണ്. ചുമ്മാ വിഷമല്ല, കൈപ്പേറിയ വിഷം. ഇതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. കൈപ്പേറിയ വിഷമാണെന്ന് പറയുന്നത്. അതുകൊണ്ടെന്താണ്? അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം ഇന്ന് തകരുന്നു. ഇന്ന് തകരുന്നത് എൻ്റെ നാളെക്കുറിച്ചോ എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചോ എന്നല്ല കൂടുതലും ചിന്തിക്കുന്നത്. എൻ്റെ ഇന്നലകളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും, ഓർമ്മകൾക്ക് മുറിവേറ്റ അനുഭവങ്ങളെക്കുറിച്ചും തിക്താനുഭവങ്ങളെക്കുറിച്ചും, ഇന്നലകളിൽ പട്ടിണി കടന്നതിനെക്കുറിച്ചും ദാരിദ്ര്യം കടന്നതിനെക്കുറിച്ചും, ഇന്നലകളിൽ ഒറ്റപ്പെട്ടു പോയതിനെക്കുറിച്ചും വഞ്ചിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലെടുത്ത് നിരന്തരം അതേക്കുറിച്ച് ചിന്തിച്ച് 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 ഇന്ന് മനസ്സ് തകരുകയാണ്. അതുകൊണ്ടെന്താ? ഇന്നിൽ ജീവിക്കാൻ പറ്റണില്ല. എൻ്റെ ഇന്ന് ഞാൻ നഷ്ടപ്പെടുന്നത് കാരണം എന്താ? എൻ്റെ ഇന്നലകളാണ് കാരണം. എൻ്റെ അപ്പൻ ഇന്നലെ എന്നെ സ്നേഹിച്ചില്ല എന്നാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പെരുമാറുന്നതെന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പലരും വെക്കുന്ന കാരണങ്ങൾ, എൻ്റെ ഇന്നലകളിൽ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, എൻ്റെ ഇന്നലെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ അപ്പൻ അങ്ങനോട് ചെയ്തുകൊണ്ട്, അമ്മ അങ്ങനെ ചെയ്തുകൊണ്ട്, അവരെന്നെ നിർബന്ധിച്ചുകൊണ്ട്, അവരെന്നെ കമ്പൽ ചെയ്ത് ആ കോഴ്സിന് വിട്ടതുകൊണ്ട്, എന്നെ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഇന്നിൻ്റെ നന്മകളെ, വൈകാരികതകളെ, ആത്മീയ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ ഒക്കെ തകർക്കാൻ പറ്റും. ഇപ്പൊ ഒരു മുറിവേറ്റെന്നും കിടക്കുക. കാരണം മുറിവുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. മുറിവുകൾക്ക് സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം എത്ര വർഷം നീ അത് ക്യാരി ചെയ്യുന്നുവോ, കൊണ്ട് നടക്കുന്നുവോ, അത്രയും വർഷം ഇതൊരു കൈപ്പേറിയ വിഷമായിട്ട് നിന്റെ ഉള്ളിലുണ്ട്. വർഷത്തിന്റെ ആഴം കൂടുമ്പോൾ ഈ വിഷം നിന്റെ ശരീരത്തിൽ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ചിലപ്പോൾ അത് രോഗമായിട്ട് ശരീരത്തിൽ മാറും. നമ്മളെല്ലാം മുറിവേൽക്കും. നമ്മുടെ ഈ ലോക ജീവിത യാത്രകളിൽ നമ്മളെ പലരും മുറിപ്പെടുത്തും. അപ്പൻ മുറിപ്പെടുത്തും, അമ്മ മുറിപ്പെടുത്തും, മക്കൾ മുറിപ്പെടുത്തും, ജീവിത പങ്കാളി മുറിപ്പെടുത്തും, അയലോക്കക്കാർ മുറിപ്പെടുത്തും, നാട്ടുകാർ മുറിപ്പെടുത്തും, വികാരിച്ച് മുറിപ്പെടുത്തും, സകലമായ ആൾക്കാരും ഒരുപക്ഷെ നമ്മൾ മുറിപ്പെടുത്തും. ശരിയാണ്, ദൈനംദിന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഈ മുറിവുകൾക്ക് സൗഖ്യമെടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വിളിയിൽ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം. കാരണം യേശുക്രിസ്തുവിൽ നമുക്ക് സൗഖ്യമുണ്ട്. ഞാൻ മുറിവേറ്റവളായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടല്ലേ അവൻ മുറിവേറ്റിട്ട് അവൻ്റെ മുറിവിൽ എനിക്കുള്ള സൗഖ്യം ഒതുക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടാത്ത മുറിവുകൾ താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുറിവുകളിൽ പിശാച് ഇങ്ങനെ എൻട്രി എടുക്കാൻ തുടങ്ങും, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അത് ചിലർ വെറുപ്പിലേക്ക് കൊണ്ടുപോകും, ചിലർ നിരാശയിലേക്ക് തള്ളിയിടും, ചിലർ ആത്മഹത്യ ടെൻഡൻസിയിലേക്ക് ഇടും, ചിലർ അമിത ദേഷ്യത്തിലേക്ക്, വാശി, പിടിവാശി സ്വഭാവം, അനുസരണക്കേട്, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ഭയം, ആകുലത, ഇതിലേക്കൊക്കെ തള്ളിയിടും. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കർത്താവിൻ്റെ മുറിവിലേക്ക് നമ്മുടെ ഈ മുറിവുകളെല്ലാം എടുത്തു വെച്ച് നമ്മൾ സൗഖ്യമെടുക്കണം. നമുക്ക് സൗഖ്യമുണ്ട്. ഞാൻ പറയും, ഈശോയിൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിന് മാത്രമേ നമ്മുടെ ഇന്നലകളെ സുഖപ്പെടുത്താൻ പറ്റൂ. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അതുകൊണ്ടാണ് അവന് നമ്മുടെ ഇന്നലകളെ സുഖപ്പെടുത്താൻ പറ്റുന്നത്. വേറെ ആർക്കും ഇന്നലകളെ സുഖപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ ഇന്നലകൾക്ക് സൗഖ്യം തരാൻ ഈശോയ്ക്ക് പറ്റൂ. അത് അവൻ്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്. സൗഖ്യം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, ഉത്തരവാദിത്വം. സൗഖ്യമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ ദൈവ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ പിടഞ്ഞു മരിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹമാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, സ്നേഹത്തോടെ ഈശോ വിളിക്ക്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്കെല്ലാം ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. സ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ
കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കിനെ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളിൽ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, മോനെ, നിന്റെ കർത്താവായ യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ നിമിഷങ്ങൾ ഇത് രക്ഷയുടെ നിമിഷങ്ങളാണ്. നിന്റെ പ്രതീക്ഷയും നിന്റെ പ്രത്യാശയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും തകർന്നടിഞ്ഞു പോയ ജീവിതത്തിന്റെ രക്ഷയില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളിലേക്ക് നിന്റെ കർത്താവിന് ഇറങ്ങി വരാൻ പറ്റും. കാരണം ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിനായി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നതാ അരുൾ ചെയ്യുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവായ ദൈവം പറയുന്നത് എന്നതാ പറയുന്നത്? നീ ഭയപ്പെടേണ്ടെന്ന്, നീ അസ്വസ്ഥപ്പെടരുതെന്ന്, നീ സങ്കടപ്പെടരുതെന്ന്, നീ നിരാശപ്പെടരുതെന്ന്, നീ ദുഃഖിച്ചും വേദനിച്ചും നിന്റെ ജീവിതം തീർക്കരുതെന്ന് കർത്താവ് പറയുന്നു. കർത്താവ് പറയാണ്, മോനെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഈശോ പറയുകയാണ്. നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. എന്തൊരാശ്വാസം തരുന്ന വാക്കുകളാ, എന്തോരം പ്രതീക്ഷ തരുന്ന, പ്രത്യാശ തരുന്ന സ്വരമാണെന്ന് നോക്കിക്കേ. കർത്താവ് പറഞ്ഞതൊന്ന് കേട്ടെ, മോനെ, ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് ഒക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കൺതുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,